विशाल पीसी अमन मोहम्मद നാൽപ്പത്തിരണ്ട് വർഷമായി നമ്മൾ തിരൂർ തുടർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷോട്ടോക്കാൻ കരാട്ടെ സ്പെഷ്യൽ ഇനത്തിൻ്റെ ഇന്റർ ഡോജോ ചാമ്പ്യൻഷിപ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. തിരൂർ MSC സ്കൂൾ വെച്ചിട്ട് ഏകദേശം 850 കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കത്തെ കുമ്പത്തെ 2 ഇവൻറ്റിലായിട്ട്. നമ്മൾ രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 11:30 മണിക്ക് നമ്മളെ മിനിസ്റ്റർ വന്നിട്ട് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. നമ്മളെ വൈകിട്ട് 5 മണി 6 മണിയോടുകൂടിയിട്ട് അവസാനിപ്പിക്കാനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കത്തേലും കുമ്പത്തേലായിട്ട് കുട്ടികൾ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല രീതിയിൽ ചാമ്പ്യൻഷിപ്പ് തീർക്കാനാണ് ഞങ്ങൾ ഇത്ര വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചാമ്പ്യൻഷിപ്പിൽ വിജയിക്കുന്ന കുട്ടികളെ മറ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് ഇറക്കാനും, അതായത് പുറത്ത് നടക്കുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പ്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പൊക്കെ കൊണ്ടുപോകാനും, അതുപോലെ കുട്ടികൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ FSK ഇന്റർ ഡോജോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെ ഞങ്ങൾ കുട്ടികൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മെഡൽ കൊടുക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. മറ്റു കുട്ടികൾക്ക് മെഡലും കൊടുത്തിട്ട് ഇതൊരു മോട്ടിവേഷനായിട്ടാണ് ഞങ്ങൾ ഇന്റർ ചാമ്പ്യൻഷിപ്പ് വെക്കാൻ കാരണം. FSKൻ്റെ കുട്ടികൾക്ക് മാത്രമുള്ള ചാമ്പ്യൻഷിപ്പാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് മറ്റ് ചാമ്പ്യൻഷിപ്പ് പോകുന്നതിന് മുമ്പായിട്ടുള്ള മോട്ടിവേഷൻ കൂടിയാണ് ഈ ചാമ്പ്യൻഷിപ്പ്. ജീവിതം തന്നെ കരാട്ടയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം വലിയൊരു ഭാഗം കുട്ടികൾക്ക് നമ്മുടെ കായിക ജീവിതത്തിൽ കടന്നു വരാൻ കരാട്ടെ ഒരു കാരണമാകണം എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം സെൽഫ് ഡിഫൻസ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൽ അവരുടെ ബുദ്ധിശക്തി വളർത്താൻ, കായികക്ഷമത വളർത്താൻ, അതോടൊപ്പം തന്നെ പഠനത്തിൽ അവർക്കുള്ള താല്പര്യവും വർദ്ധിക്കും. അതാണ് കായിക മേഖലയിൽ നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാന കാര്യം. കായിക പാഠപുസ്തകം നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് കാരണം ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഓരോ കുട്ടിക്കും ഏതെങ്കിലും ഒരു ഇനത്തിൽ കായിക പരിശീലനം ലഭ്യമായാൽ അവരുടെ ജീവിതത്തിൽ അത് ഗുണപരമായി മാറും പിന്നീട്.